യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഒന്നാമത്തെ എപ്പിസോഡിൽ മുഖോരവുമായിട്ട് ചില സംശയ നിവാരണങ്ങൾ വരുത്തിയതാണ്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. രണ്ടാമത്തെ എപ്പിസോഡിൽ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ വചന പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഈ വചന പഠനങ്ങൾ നമ്മൾക്ക് അനുഗ്രഹമായി തീരാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം. യോഹന്നാൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, 3 ലേഖനങ്ങളും ഒരു വെളിപ്പാട് പുസ്തകവും പ്രവചന പുസ്തകവും ഒരു സുവിശേഷം. ഇത്രയും പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളും സുവിശേഷവും വെളിപ്പാട് പുസ്തകവും വായിച്ച് പഠിച്ചിരിക്കണം. വേദപുസ്തകം വായിച്ച് പഠിക്കണം. പുതിയ നിയമ ഉപദേശം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദിവസം 8ഉം 10ഉം അധ്യായങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ച് പഠിക്കണം. എത്രയോ പ്രാവശ്യങ്ങളാണ് ഈ പുതിയ നിയമം ഞാൻ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മത്തായി മുതൽ വെളിപ്പാട് വരെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെയും മത്തായിലേക്ക് വരും. കാരണം എനിക്ക് പുതിയ നിയമം വായിച്ച് അങ്ങോട്ട് പഠിച്ച് എനിക്കങ്ങോട്ട് മതിയാകുന്നില്ല. ഞാൻ പിന്നെയും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പുതിയ നിയമം പ്രസംഗിക്കാൻ കഴിയുന്നത്. പഴയ നിയമം വായിക്കുന്നത് പഠിക്കുന്നത് നല്ലതാണ്. നമ്മൾ അനുസരിക്കാനുള്ള പ്രമാണം ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണെന്ന് ഇനിയെങ്കിലും ആത്മീയ ഗോളത്തിലുള്ള ദൈവമക്കൾ നന്നായിട്ടൊന്ന് ഗ്രഹിച്ചു കൊള്ളണേ. ഈ 2026 പ്രാരംഭ സമയത്ത് ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുക, കർത്താവും അപ്പോസ്തലന്മാരും തന്ന പ്രമാണമാണ് നമ്മുടെ പ്രമാണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. പൗലോസ് പറഞ്ഞ നീ പ്രവാചകനോ ആത്മീയനായിരിക്കാം, ഞാൻ എഴുതിയ ദൈവത്തിൻ്റെ കൽപ്പന. അപ്പം ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈ പുതിയ നിയമത്തിലെ പ്രവചനങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ ആണ്ടൃതി യോഗത്തിൽ കേരളത്തെ കിടുകിട ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ, പേരും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ പൊന്നെ, ഞാൻ നോക്കുമ്പോൾ പുള്ളി പറയാ നമുക്ക് എല്ലാവർക്കും 28-ാം അധ്യായം എടുക്കാം, ആവർത്തനം 28 എടുക്കാം. എന്നിട്ടോ ആവർത്തനം 28 തൊട്ട് അങ്ങോട്ട് തുടങ്ങി വായന. വായിച്ചിട്ടോ 28-ാം അധ്യായം അങ്ങോട്ട് വായിച്ചിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ടൊരു വിശദീകരണവും സംസാരവും ഞാൻ കേട്ടങ്ങ് ഞെട്ടിപ്പോയി. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്നോട് ആജ്ഞാപിക്കുന്നവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. കണ്ടോ, ആദ്യത്തെ വാക്ക് തന്നെ കണ്ടോ, സർവ്വജാതികൾ ഉന്നതനാക്കും. അന്നും പറഞ്ഞ വിശ്വാസി ഇരിക്കുന്നേ. ആയിരക്കണക്കിന് ജാതി ഉള്ളതിൽ എന്നെ ഏറ്റവും വലിയ ജാതി ആക്കുമെന്നും പറഞ്ഞ പെന്തക്കോസുകാരൻ നടക്കുന്നത്. സഹോദര, പഴയ നിയമകാലത്ത് ഇഷ്ടംപോലെ ജാതികളുണ്ടായിരുന്നു. ആ ജാതികളിൽ എല്ലാവരിലും വെച്ച് യഹൂദ ജാതിയെ ദൈവം ഉന്നതമാക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങാണ്ടും കിടന്ന ജാതിയായ പിശാചനെ ആരാധിച്ചുകൊണ്ടിരുന്ന നിന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കിയാ മാറ്റിയിരിക്കുന്നത്. നീ ക്രിസ്തുവിൻ്റെ ശരീരമാ, നീ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിർമ്മല കന്യകയാ. 3, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? പുതിയ നിയമസഭയെ പൗലോസ് പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. നീ ക്രിസ്തുവിൻ്റെ ശരീരം, നീ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകേണ്ടവൾ. നിർമ്മല കന്യക ആയാലേ മണവാട്ടിയാകാൻ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ സംഗതി പോക്കാ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം, മണവാട്ടി അല്ലെങ്കിൽ കന്യക, ക്രിസ്തുവിൻ്റെ ശരീരം, ഇതാണ് പുതിയ നിയമസഭ. ആ പുതിയ നിയമസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ആ ഉപദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം പുതിയ നിയമസഭ വായിച്ച് പ്രബോധിപ്പിച്ചാൽ അതൊരിക്കലും പുതിയ നിയമസഭയുടെ ഉപദേശം ആവുകയില്ല. അത് മോശയ്ക്ക് കൊടുത്ത പ്രമാണം ഇസ്രായേൽ മക്കൾക്ക് അനുസരിക്കേണ്ട പ്രമാണമാണ്. അങ്ങനെ പ്രമാണം അനുസരിക്കേണ്ട നീയാണെങ്കിൽ യാഗമൃഗമായിട്ട് വാ തപായത്തിന്. 10 രൂപ സ്വോത്രാഴ്ച ഇടാത്ത നീ എന്നെ കഴിക്കാൻ ഒരു യാഗമൃഗത്തിന് എത്ര കാശ് വേണം? ഒരു കാളക്കിടാവിന് എത്ര കാശ് വേണം? ഒരു ആട്ടുകുട്ടിക്ക് എത്ര കാശ് വേണം?
ഒരു കോലാട്ടിൻകുട്ടിക്ക് എത്ര കാശ് വേണം? കാശ് വേണ്ടേ? ഇന്നത്തെ വിലയിൽ 10-25,000 രൂപ കൊടുക്കണ്ടേ? 100 രൂപ സ്വോത്രാഴ്ച ഇടാത്ത വിശ്വാസിയാണ് ഈ ന്യായപ്രമാണ കാലത്ത് ആട്ടുകുട്ടിയായിട്ട് സഭായത്തിന് വരുന്നത്. അതുകൊണ്ട് വെറുതെ മെനക്കേടിനൊന്നും നിൽക്കണ്ട. നമ്മൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാരോട് അരുളി ചെയ്തിട്ട്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാ? പഴയ നിയമത്തിലെ അതികായകന്മാരായ പ്രവാചകന്മാർ, മോശ മുതൽ എല്ലാവരും പ്രവാചകന്മാരാണ്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ചാള പിടിച്ച് നടന്ന അപ്പോസ്തലന്മാരിലൂടെ നമ്മോട് അരുളി ചെയ്തു. അവർ ചാള പിടിച്ച് നടന്നതാ. അത് ശരി. അത് ചാളയുടെ ഉളുപ്പ് പണമൊക്കെ കാണുമോ ഉപദേശത്തിന്? ഒരു ഉളുപ്പ് പണവും ഇല്ല. ഉളുപ്പ് പണം നിനക്കാ ഉള്ളേ. ഉപദേശം കേട്ട് പഠിച്ചാൽ ഒരു ഉളുപ്പും ഇല്ല അതിൽ. നിന്റെ ഉളുപ്പെല്ലാം മാറും. പത്യവചനം, പത്യോപദേശം ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഉളുപ്പുകളെല്ലാം താനെ മാറും. ഞാനൊരു വാക്യം കൂടി വായിച്ചിട്ട് മുമ്പോട്ട് വരാം. തീത്തോസിൻ്റെ ലേഖനത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച ലേഖനം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകാരണമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കർത്താവിനെ കുറിച്ച് പറയുക. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. ഓ, ഭാഗ്യകരമായ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്, അതിനുവേണ്ടി കാത്തിരിക്കുന്ന പുതിയ നിയമസഭയാ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന, ഒരു വാക്ക് കൂടി ചേർത്ത് വായിക്കാം. തീത്തോസ് 3:6-7-8 വാക്യങ്ങൾ. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. പഴയ നിയമത്തിൽ ആത്മാവ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പ്രവൃത്തിക്ക് വേണ്ടി വരുന്നു പോകുന്നു. എന്നാൽ ചില ഒറ്റപ്പെട്ട വ്യക്തികളിൽ, ഇപ്പോൾ ദാനിയേൽ പ്രവചനം പഠിക്കുക, ദാനിയേലിൽ ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വപ്ന വ്യാഖ്യാനമൊക്കെ കൃത്യമായിട്ട് കൊടുത്തത്. എസ്പെഷ്യലി നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ആത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ എന്നോ നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ പകർന്നിരിക്കുക. ഈ ആത്മാവിനെ നീ അനുസരിച്ച് നടന്നാൽ നീ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരുന്നാൽ ഒരു ഗുണവുമില്ല, ഒരു നവീകരണം നമ്മളിൽ ഉണ്ടാകില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഉപദേശം അനുസരിച്ച് നടന്നാൽ നവീകരണം വന്നുകൊണ്ടിരിക്കും, ശുദ്ധീകരണം വന്നുകൊണ്ടിരിക്കും. നീ ഒരു ദൈവമനുഷ്യനായി തീർന്നുകൊണ്ടിരിക്കും, അധികാരമുള്ളൊരു ശുശ്രൂഷകനായി തീർന്നുകൊണ്ടിരിക്കും. സ്തോത്രം. നിനക്കും നിൻ്റെ കുടുംബക്കാർക്കും ചാർച്ചക്കാർക്കും ദേശനിവാസികൾക്കും ഒക്കെയും നീ ഒരു അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് വരട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം. ശക്തമായ പഠനം, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. ഇപ്പം ഇവിടെ ഈ വായിച്ചതിൽ, അതിൻ്റെ അവസാന പാർട്ടിൽ വായിച്ച ഭാഗം നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. പഴയ നിയമത്തിൽ നിത്യജീവനില്ലേ? ഇല്ല. നിത്യജീവൻ യേശുക്രിസ്തുവിലാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ എഴുതിയ തൻ്റെ സുവിശേഷത്തിലും ഈ നിത്യജീവൻ എന്നുള്ള പദം ശക്തിയോടെ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ആനന്ദമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിത്യജീവൻ യേശുക്രിസ്തുവിലാണുള്ളത് സഹോദരങ്ങളെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31 വാക്യം ഞാൻ വായിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തു നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് ആമേൻ ആമേൻ, ഞാൻ ഇവിടെ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. അപ്പോൾ മോശയുടെ കാലത്തും കൊടുത്തത്
മോശയല്ല കൊടുത്തത്, പിതാവാണ് ജനത്തിന് തിന്നാൻ കൊടുത്തതെന്ന് ഇവിടെ പറയുക. എന്നിട്ട് 33-ാം വാക്യത്തിൽ വന്നപ്പോൾ സംഭവം തിരിഞ്ഞു. ദൈവത്തിൻ്റെ അപ്പമോ. സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്ക്. ദൈവത്തിന് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾ കൊടുത്ത മന്നയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണം. അവർക്ക് ഈ പുട്ടടിച്ചുള്ള ശീലമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് എപ്പോഴും തരണം, എപ്പോഴും തരണം എന്നവർ പറയുക. തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ ആത്മീകമായ ഭോജനം, യേശു പറഞ്ഞ വചനങ്ങൾ നീ ആത്മാവിൽ ഭക്ഷിച്ചു കഴിയുമ്പോൾ നിനക്ക് ആത്മാവിൽ നീ ദരിദ്രനായിരിക്കത്തില്ല, നീ വളരെ സമ്പന്നനായ വ്യക്തിയായിട്ട് തന്നെ ആയിരിക്കും. ആത്മീയ വിശപ്പ് നിനക്ക് കാണത്തില്ല. ഇന്ന് പെന്തക്കോസ്തുകാർ ആത്മീയ വിശപ്പ് കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? മോശയുടെ പ്രമാണം കേട്ട് അത് കേട്ട് പഠിച്ച് സങ്കീർത്തനം പാടി പാട്ടും പാടി പൊയ്ക്കൊണ്ടിരിക്കുക. സാക്ഷാൽ ദൈവപുത്രനായ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. കർത്താവ് പറഞ്ഞ വചനങ്ങൾ നീ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിന്നിൽ ജീവനുണ്ടാകും. ആ വചനങ്ങൾ ധ്യാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ജീവനുണ്ടാകാനും സമൃദ്ധിയായി ജീവനുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നുള്ള വചനം നിന്നിൽ നിവൃത്തിയാകും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും നീ വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ സമൃദ്ധിയായ ജീവൻ നിന്നിലുണ്ടാകും. ആ സമൃദ്ധിയായ ആത്മീക ജീവൻ പ്രാപിച്ച് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി, ഒരു ശുശ്രൂഷകനായി, ഒരു ദൈവവൈതലായി നീ ജീവിച്ച് മരിച്ചാൽ നിന്നെ ആരും വന്ന് സ്വത്രം പാട്ടുപാടി കുടിച്ചിടണ്ട. നിന്നെ ഒരു തുണി പൊതിഞ്ഞു കൊണ്ടുവന്ന് എവിടെയെങ്കിലും കുടിച്ചിടുകയോ കത്തിച്ചു കളയോ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല. ഇന്നത്തെ ഫ്യൂണലൊന്നും എനിക്ക് വിശ്വാസമില്ല. എങ്ങനെയും പോയി ജീവിച്ചിട്ട് പാട്ട് പാടി പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടി പാസ്റ്റർമാരുടെ വിഫല ശ്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനോട് യോജിപ്പില്ല. ഹല്ലേലൂയ. ഓരോ പ്രസ്ഥാനക്കാരും ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഇങ്ങനെയൊക്കെ അനുശോചനം അറിയിച്ചാലൊക്കെ ഈ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരുമോ? ഇല്ല. ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ജീവനുണ്ടാകാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന വചനവസ്തുപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുദിനം ആത്മാവിൽ ഭക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ ആ വചനങ്ങൾ ധ്യാനിച്ച് പഠിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിച്ച് ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന ആത്മഫലങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്തി ജീവിച്ചാൽ മാത്രമേ മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റ് വരികയുള്ളൂ. സങ്കീർത്തനം പാടി പാട്ടും പാടി പാട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രാസംഗികനായിട്ടോ മരിച്ചാൽ സ്വർഗത്ത് പോകാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലെങ്കിൽ ഞാനിതങ്ങ് തുറന്നു പറയുക. കാരണം ഇനി അധിക കാലമൊന്നുമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല, ഈ ലോകത്തിനില്ല. ലോകത്തിൻ്റെ ചീട്ട് തന്നെ ദൈവം കീറാൻ പോവുക. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആകാശത്തു നിന്ന് കൽമഴ പെയ്യുന്ന പോലെ കാണാനിടയായി. അതൊരു കാറിൻ്റെ പുറത്ത് ഒരു വലിയ കല്ല് വന്ന് വീണിട്ട് കാറിൻ്റെ ബോണറ്റ് ചപ്പിപ്പോയി. അത് അവൻ്റെ തലയിൽ വന്ന് വീണെങ്കിലോ കാലപുരിക്ക് പോയി തന്നെ ഒറ്റ നേരം സെക്കൻഡ് കൊണ്ട്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാറിൻ്റെ ഡിക്കിയിൽ വീഴേണ്ട കല്ല് ഈ സഹോദരൻ്റെ കൈ തലയിലോട്ട് വീണെങ്കിലോ അപ്പം തന്നെ ആൾ വീറുന്നേ. ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയി. ഞാൻ എന്നിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു. ഇതൊക്കെ ഇനി ലോകത്ത് സംഭവിക്കും. വലിയ കൊടുങ്കാറ്റുകൾ, വലിയ ജലപ്രളയങ്ങൾ, വലിയ ഭൂമികുലുക്കങ്ങൾ, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, ഈറ്റുനോവിൻ്റെ ആരംഭം. 19 ഒരു മഹാമാരി നമ്മൾ അനുഭവിച്ചു. അതിൻ്റെ ദുഃഖം ഇന്നും മാറിയിട്ടില്ല. 1/2 കിലോ പച്ചക്കറി മേടിക്കാൻ പോകാൻ നേരത്ത് ഞാൻ എവിടെ പോകണം, എന്തിനു പോകണം, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് എഴുതി പോലീസുകാരുടെ കയ്യിൽ കൊടുക്കണം. സൈനിട്ട് കൊണ്ടൊന്ന് കാണിക്കണം. മൂക്കിൽ മാസ്കും വെച്ചോണം. ദൈവം തന്ന ഈ പ്രകൃതിയിലുള്ള ഈ ഓക്സിജനെ വലിച്ചെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഫിൽറ്റർ വെച്ചോണം. ഇല്ലെങ്കിൽ നിന്റെ കാറ്റ് പോകുമെന്ന് സർക്കാർ പറയുക. പിന്നീടാണത് മനസ്സിലേക്ക് ചുമ്മാ പറഞ്ഞാന്ന്.
സർക്കാരും മെഡിസിൻ കമ്പനിക്കാരും കൂടി നമ്മളെ പറ്റിച്ചാണെന്ന് എത്രയോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. കോവിഡ് വാക്സിൻ വിറ്റ് കാശുണ്ടാക്കി എല്ലാവരും. നമ്മളൊക്കെ രോഗികളുമായി. സത്യം പറഞ്ഞാൽ കോവിഡ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ശരീരം ബലഹീനമായി പോയി. കാരണം 2-3 പ്രാവശ്യം വന്ന് ഇഞ്ചക്ഷൻ എടുത്തു. ഞാനൊരിക്കലും അച്ഛനോട്, അച്ഛാ എവിടെ പോവാ? വാക്സിൻ എടുക്കാൻ പോവാ. എത്രാമത്തെ വാക്സിൻ? 5-ാമത്തെ 6-ാമത്തെയാണ്. പുള്ളിയൊക്കെ ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തിൻ്റെ മഹാത്ഭുതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പഥ്യവചനം, നീ പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ചാൽ നിന്റെ പുറമെയുള്ള മനുഷ്യനും നിന്റെ അകമയുള്ള മനുഷ്യനും ഇത് ബലമാ, ശക്തിയായത്. ഹല്ലേലൂയ. അപ്പൊ നിത്യജീവൻ എന്നുള്ള ക്രോസ് ആരിലാ കാണാൻ കഴിയുന്നത്? യേശുക്രിസ്തുവില. ഹല്ലേലൂയ. ഇനി വേറൊരു ഭാഗം കൂടി വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:47 മുതൽ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്ത് വിശ്വസിക്കുന്നവന്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. എന്താ ഈ മാംസം? ദൈവത്തിൻ്റെ വചനമാണ്. എന്താ ഈ പാനീയം? പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ദൈവവചനം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് നിത്യജീവനുണ്ട്. കർത്താവിൻ്റെ മേശയല്ല കേട്ടോ, അത് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതാ. കത്തോലിക്കരത് കർത്താവിൻ്റെ ശരീരമാണെന്നും രക്തമാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യട്ടെ, അത് പലരും ചെയ്യുന്നുണ്ടല്ലോ. അവർ പലതും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു? ഇവ മറിയ ഒരമ്മയായിട്ട്, സാധാ അമ്മയായിട്ട് അവരങ്ങനെ ചിത്രീകരിക്കുക. മറിയൽ ദൈവത്വമില്ലെന്ന് ചിത്രീകരിച്ചു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനത്തിൽ എഴുതി വെച്ച പ്രവചന പുസ്തകങ്ങൾ കിടക്കുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ കിടപ്പുണ്ട്. അവിടെ കണ്ണു കാണാൻ അവർ കഴിയുന്നില്ലല്ലോ. അപ്പോഴാണ് പൗലോസിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്തിന്റെ അടിയേറ്റ് വീണ ഈ മനുഷ്യന് കണ്ണിൽ എന്ത് ചെയ്തു? ഒരു ചിതമ്പൽ ഇരിപ്പുണ്ടായി. ന്യായപ്രമാണത്തിന്റെ ചിതമ്പൽ. ഞാൻ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു അലങ്കാരിക പ്രയോഗമാണ്. ന്യായപ്രമാണത്തിന്റെ ചിതമ്പൽ വീണപ്പോഴാണ് ക്രിസ്തു ദർശനം ഭക്തന് കിട്ടിയത്. അതുപോലെ ഇന്നും പാസ്റ്റർമാരിലും വിശ്വാസികളിലും ന്യായപ്രമാണത്തിന്റെ ചിതമ്പലിരിക്കുക. ആ ചിതമ്പല് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അത് തറയ്ക്ക് പോകണം. അതെങ്ങനെയാ പോകുന്നതെന്നറിയോ? ഈ പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് ജീവിക്കുമ്പോഴേ അത് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അതിരിക്കും. അപ്പം സംശയങ്ങളുണ്ടാവും, പലതും ഒക്കെ ഉണ്ടാവും. ഞാൻ സൗരന്മാരെ കുറ്റപ്പെടുത്തുകയല്ല, അവിടെ സ്നേഹത്തോടെ പറയുക. നിങ്ങൾ പുതിയ നിയമം വായിച്ച് പഠിക്കുക. എസ്പെഷ്യലി പുതിയ നിയമം വായിച്ച് പഠിക്കുക. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രമാണം വായിച്ച് പഠിക്കുക, അനുസരിച്ച് ജീവിക്കുക. വലിയ നവീകരണം നമ്മളിലുണ്ടാകും. രോഗിയാണെങ്കിൽ നിനക്ക് സൗഖ്യം തരും. ബലഹീനനാണെങ്കിൽ നിന്നെ ബലപ്പെടുത്തും. ഞാനൊരു രോഗിയായിട്ടിരിക്കുക, സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ബലഹീനനായിരിക്കുക. പക്ഷേ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ബലം കർത്താവ് തരുന്നുണ്ട്. മരിക്കുകയാണെങ്കിൽ ഒന്ന് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങ് പോയേക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം. നിങ്ങളും എനിക്ക് വേണ്ടി അതിനായി പ്രാർത്ഥിക്കുക. കസേരമോഹിയായി, ഒരു ദ്രവ്യാഗ്രഹിയായി, ഒരു നിഗളിയായി തീരാതിരിപ്പാൻ കർത്താവേ ദൈവദാസന് കൃപ കൊടുക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചോ. ഞാൻ വചനം പറയുമ്പോൾ ഗൗരവത്തോടെ പറയും. അതിൽ ദേഷ്യമല്ല, ഗൗരവമാണുള്ളത്. അത് മനസ്സിലാക്കിക്കോണം. പൊട്ടുകളിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം. ഗൗരവത്തോടെ, ശുശ്രൂഷകന്മാർ ഗൗരവത്തോടെ ആയിരിക്കണം. ഈ ഊതിയിടുന്നവർ, ഉന്തിയിടുന്നവർ, കുരപ്പിക്കുന്നവർ, ചിരിപ്പിക്കുന്നവർ, അവരുടെ ശുശ്രൂഷ കണ്ടാലറിയാം. ചിരിച്ച് മറിയ കിടന്ന്. എവിടെ ചിരിക്കാൻ പ്രമാണം? 94കാരനായ ഒരു ദേവദാസൻ പറഞ്ഞു, കർത്താവ് ആരെയും ചിരിപ്പിച്ചില്ല, കർത്താവ് കരയാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. കർത്താവ് ചിരിച്ചില്ല, കർത്താവ് ആനന്ദിച്ചു എന്ന് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിലുണ്ട്, സുവിശേഷങ്ങളിലുണ്ട്. ചിരിച്ചതായിട്ട് പറയുന്നില്ല, ആനന്ദിച്ചു, തന്റെ പിതാവിൽ സന്തോഷിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു കരയാൻ. യെരൂശലേം പുത്രിമാർ കർത്താവിൻ്റെ ക്രൂശുമായിട്ട് പോകുന്ന കണ്ടിട്ട് എടുത്ത് അലമുറയിട്ട് കരയുക. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ സന്തതികൾ ഓർത്ത് കരവി. ആര് കരയുന്നില്ലയോ ഒരു ഗുണവുമില്ല. അവർ നീ ഒരു ശുശ്രൂഷകനാണോ, നീ ഒരു വിശ്വാസിയാണോ, ഒരു ദൈവപൈതലാണോ, ഒരു സഹോദരനാണോ, ഒരു സഹോദരിയാണോ, ദൈവപാദപീഠത്തിലിരുന്ന് കരയെ പ്രിയമുള്ളവരെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഓർത്ത് കരയെ പ്രിയമുള്ളവരെ. നിങ്ങളുടെ ബലഹീനതകൾ ഓർത്ത് കരയെ പ്രിയമുള്ളവരെ. നിങ്ങളുടെ ജഡത്തിൻ്റെ വികലമായ സ്വഭാവങ്ങളെ ഓർത്ത് കരയെ പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവം നിങ്ങൾക്ക്
ദൈവത്തിൻ്റെ ജ്ഞാനം തരും. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകാൻ കൃപ തരും. സുബോധം തരും, പരിജ്ഞാനം തരും, വിവേകം തരും. ഈ വിവേകം എന്നുള്ളത് കമ്മിങ് ഫ്രം ഗോഡാ. പരിജ്ഞാനം ലോകത്തിൽ കിട്ടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വിളിയാനുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. അവകാശത്തിൻ്റെ മഹിമാതനം ഇല്ലെന്ന് മനസ്സിലാക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ഓർത്ത് എഫേസ്യ ലേഖനത്തിലെ 2 പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ നാളെ അത് പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത മാസത്തെ തലയോലപ്പറമ്പിലെ ക്ലാസ്സിലെ പ്രസംഗം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങളിലെ പ്രാർത്ഥനയാണ് പ്രസംഗം. അത് കഴിഞ്ഞ ശേഷം കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിലെ 10, 11, 12, 13 വാക്യങ്ങളിലെ പ്രാർത്ഥന. ഇതൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കണം. എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന വായിച്ചു പഠിക്കണം. 1-ാം അധ്യായം 16, 17, 18, 19 പ്രാർത്ഥന വായിച്ചു പഠിക്കണം. വായിച്ചു പഠിച്ച് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളണം. ചിലർക്കൊന്നും എത്ര വായിച്ചാലും പഠിച്ചാലും ഒന്നും മനസ്സിലാകത്തില്ല. അത് ആത്മാവിൽ ഗ്രഹിക്കണം. ഹല്ലേലൂയ. വായിക്കുന്ന കാര്യങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കണം, ആത്മാവിൽ പഠിക്കണം. വെളുത്ത പുസ്തകത്തിലെ കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന ഈ സത്യവചനം ആത്മാവിൽ പഠിക്കണം, ആത്മാവിൽ ഗ്രഹിക്കണം. ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. മംഗളം വായിക്കുന്ന പോലെ, മനോരമ വായിക്കുന്ന പോലെ, പത്രം വായിക്കുന്ന പോലെ വേദപുസ്തകം വായിക്കരുത്. എൻ്റെ ഏറ്റവും ഇളയ അനിയൻ വേദപുസ്തകം വായിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അതിശയം തോന്നിയിട്ടുണ്ട്. തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ വേദപുസ്തകം മറിച്ച് വായിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ വേദപുസ്തകം മത്സരം നടക്കുക, മത്സരത്തിന് മറുപടി പറയാൻ വേണ്ടി പുസ്തകം വായിക്കുക, ചിരിച്ചു കളിച്ച്. അങ്ങനെയൊന്നും വായിക്കരുത്. യഹൂദന്മാരുടെ വ്യവസ്ഥയനുസരിച്ച് മുട്ടിന്മേൽ നിന്ന് വായിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹല്ലേലൂയ. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ വചനമാണ്. അത് ഓരോ ജനതയ്ക്കും ഓരോ യുഗങ്ങളിലുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളാണ്. അത് ആ നിലയിൽ ഗ്രഹിച്ച് പഠിച്ചോണം. 9 യുഗങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യത്തെ ക്ലിപ്പിൽ പറഞ്ഞു. അത് എഴുതിയിട്ട് പഠിക്കണം. അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പാളിപ്പോകും, തെറ്റിപ്പോകും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികൾ തെറ്റിപ്പോകും. അപ്പം നമ്മുടെ വിഷയം നിത്യജീവൻ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നിത്യജീവൻ, നിത്യജീവൻ, നിത്യജീവൻ. ഇത് നിത്യജീവന്റെ മൊഴികളാണ്. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങുപോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയാണ് ഞങ്ങളുടെ സമ്പത്ത്. എൻ്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ ഈ പാട്ടൊക്കെ പാടിയിട്ട് ലോകത്തിൻ്റെ ഭൗതികത്തെ സമ്പത്തായിട്ട് കാണരുത് പ്രിയമുള്ളവർ. അത് ജീവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ. അത് അനീതിയുള്ള മാമോന. അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിന്റെ കടപറിച്ച് കളയും. അർത്ഥം നിന്നെ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. അത് ഒത്തിരി വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്, നിന്റെ നിക്ഷേപമുള്ളിടത്തിൻ്റെ ഹൃദയം ഇരിക്കും. സുവിശേഷകന്മാർ സമ്പത്തുണ്ടാക്കാൻ പാടില്ല. സുവിശേഷകന്മാർ 11 കോടി വീടുണ്ടാക്കാൻ പാടില്ല. സുവിശേഷകന്മാർ ലക്ഷറി വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സുവിശേഷകന്മാർ ഈ ലോകത്തിലെ ധനവാന്മാർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പാടില്ല. എന്താ പാസ്റ്റർ എത്ര തറപ്പിച്ച് പറയണേ? കർത്താവിൻ്റെ കൂടെ കടന്ന സുവിശേഷന്മാർ അങ്ങനെ ജീവിച്ചില്ല, അത് തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ കൂടെ കടന്നവർ അങ്ങനെ ജീവിച്ചില്ലെന്നേ. പിന്നെ എങ്ങനെ ജീവിച്ച് പാസ്റ്ററെ? അയച്ചേൽപ്പിച്ചു തരാം. എനിക്ക് എൻ്റെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ വചനം പറയുന്നതാണ് എനിക്ക് വലിയ സന്തോഷം. 1 കൊരിന്ത്യർ 4:9 വാക്യം, ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. അടുത്ത 11, 12, 13 ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും ഒത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു.
അപ്പൊ ഇന്നത്തെ അപ്പോസ്തലന്മാർ ഈ കാറ്റഗറിപ്പെട്ടവരാണോ? ഇനി വേറൊരു ഭാഗം കൂടി വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം, അതുകൂടി ഒന്ന് വായിക്കാം. 3 മുതൽ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ഒന്നിലും ഇടർച്ച കൊടുക്കുന്നില്ല. ഇന്നത്തെ പാസ്റ്റർമാർ, ഇന്നത്തെ സുവിശേഷകന്മാർ, ഇന്നത്തെ പ്രാസംഗികന്മാർ ലോകത്തിന് ഇടർച്ചയാണ്, ക്രിസ്തുവിൻ്റെ ഇടർച്ചയാണ്. ക്രിസ്തുവിനെ കണ്ടെത്താൻ അവർ ഇടർച്ചക്കല്ല് പോലെ നിൽക്കുക. അവരുടെ ജീവിതം, അവരുടെ ദ്രവ്യാഗ്രഹം, അവരുടെ കസേരമോഹം, അവരുടെ കസേരയ്ക്ക് വേണ്ടിയുള്ള അടി, കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കണക്ക് പറയുമ്പോഴുള്ള കൂട്ടയടി, ലോകം ക്രിസ്തുവിനെ കാണാൻ തടസ്സമാണ്. ഇല്ലേ? ശരിയല്ലേ? പാസ്റ്റർ പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ളവർ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണേ എനിക്ക്, ഈ നമ്പറിലേക്ക്. നിങ്ങൾ പറയുന്നത് ശരി, വചനത്തിൻ്റെ അവസ്ഥ പ്രകാരമാണെങ്കിൽ ഞാനതങ്ങ് എടുക്കാം. ശരിയല്ലേ? സുവിശേഷകന്മാർ അമാതൃകയായിട്ട് ജീവിക്കുന്ന പോലെ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പറയും അതിലും മോശമായ നിലയിൽ അവർ ജീവിക്കുന്നത്. അവർ പ്രമാണം ഇല്ലാത്തവരാണല്ലോ, അവർക്ക് വ്യവസ്ഥയില്ലല്ലോ, അവർ ജാതികളല്ലേ. നമ്മളല്ലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് കതിന പൊട്ടിക്കുന്ന പോലെ അന്യഭാഷ പറയുന്നവർ. തിരുവത്താഴത്തിന് വേണ്ടി അപ്പം നുറുക്കി പാനപാത്രവും അപ്പവും വെച്ച് വെള്ളത്തുണി കൊണ്ട് മൂടി അപ്പുറത്തെ സഹോദരന്മാർ തിരുവത്താഴത്തിന് വേണ്ടിയുള്ള പാട്ട് പാടുമ്പോൾ ഇവിടെ കൂട്ടയടി, അവിടെ ഉള്ളിൽ തന്നെ കയ്യാങ്കളി. നാണമില്ലേ? ലജ്ജയാകുന്നില്ലേ? ആ സംഘടനയിലുള്ളവർ ആരെങ്കിലും കേൾക്കുന്നത് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇറങ്ങി ഓടാ പ്രസ്ഥാനത്ത് നിന്ന്. എന്നിട്ട് വീട്ടിലെ ഭാര്യയും കുട്ടികളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഒരു പോകാൻ നോക്ക്, അല്ലെങ്കിൽ നരകക്കുടി കിടന്ന് അഴിയെണ്ണേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ, ഒന്നിനും ഇടർച്ച കൊടുക്കുന്നില്ല, സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കും. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. മാനാപമാനങ്ങൾ. എന്നെ എത്രയോ പേര് ചീത്ത വിളിച്ചിട്ടുണ്ട്, അപ്പൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ തോത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, വിളിച്ചവരുടെ പരിജ്ഞാനം അനുസരിച്ച് അവർ ചെയ്യുക, അവർ ചെയ്തോട്ടെ, വിളിച്ചോട്ടെ. ഒരുപക്ഷെ അവർ നാളെ തോക്കെടുത്ത് വെടിവെച്ചെന്ന് വരാം, മുഖത്ത് സ്പ്രേ അടിച്ചെന്ന് വരാം. സഹിച്ചേ പറ്റൂ. നമ്മൾ അങ്ങനെ മരിച്ച് നമ്മൾ നിത്യതയിൽ പോകണം. പുള്ളിക്ക് അതിൻ്റെതായ നിത്യത പുള്ളിക്കും കിട്ടും ഒരു നിത്യത, എനിക്കും കിട്ടും ഒരു നിത്യത. അല്ല എന്താ? നമ്മളെ ഈ ലോകം കൊല്ലുവെന്ന സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ കൊന്ന ചരിത്രം ആ പുസ്തകം തരുന്നത്. അല്ലെങ്കിൽ ജോസഫീസ് എഴുതി വെച്ച, യഹൂദ ചരിത്രകാരൻ എഴുതി വെച്ച ചരിത്ര പുസ്തകം വായിച്ച് പഠിക്കേ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ രക്തസാക്ഷികളായി കൊന്നുകളഞ്ഞു. പുതിയ നിയമസഭയ്ക്ക് വിലയേറിയ ഉപനിധി, പഥ്യവചനം, പഥ്യോപദേശം നൽകിയ അപ്പോസ്തലനായ പൗലൂസിനെ റോമൻ സാമ്രാജ്യം 2 തിമോഥെയോസിൻ്റെ ലേഖനം എഴുതി തീർന്നപ്പോൾ, ഞാൻ നല്ല പോർവൃത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയപ്പെട്ട ഏവർക്കും കൂടെ എന്ന ആ പ്രവചനവാക്യം എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ വാള് പൗലൂസിൻ്റെ തലമേൽ ആഞ്ഞു പതിച്ചു. അവൻ അടക്കം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു നമ്മുടെ കൂട്ടത്തിലേക്ക് പ്രാർത്ഥനിക്കാനായിട്ട് വരാനായിട്ടൊരു സഹോദരി ഒരുങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, ശവക്കല്ലറയുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ പേരിൽ ശവക്കല്ലറയൊന്നും ഇല്ല, വല്ലവരുടെയും ശവക്കല്ലറയുണ്ട്, വേണേൽ അവിടെ കൊണ്ടേ കുഴിച്ചിടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. ശവക്കല്ലറില്ലാത്ത നിങ്ങളുടെ കൂടെ കൂടണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കൂടണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ ഒന്നും ആളും കൂടാൻ പറ്റത്തില്ല. അങ്ങനെയാ കാര്യം. ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞ് അനുസരിക്കാൻ ആർക്കാ പറ്റുക?
തരികിടയും കാണി ജീവിക്കുന്നവർക്ക്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരായ പൗലോസിന് ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. മരിക്കുന്നവർ എന്നിട്ട് ഇതാ ഞങ്ങൾ ജീവിക്കുന്നവർ, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അവർ ദുഃഖിക്കുന്നവരാണ്, അവർക്ക് സന്തോഷം ഉണ്ടാകും. എന്ത് സന്തോഷം? ദൈവരാജ്യം, ഭക്ഷണം, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നു. അവർ ഭൗതിക ദരിദ്രരുള്ളവരായിരുന്നു, ആത്മീക സമ്പന്നനായിരുന്നു. ഇന്നത്തെ സുവിശേഷ വേലക്കാർ ഭൗതിക സമ്പന്നന്മാരാണ്. ആത്മീകമായി ഇവരെ പോലെ ദാരിദ്ര്യവാസികൾ ലോകത്ത് വേറെ കിട്ടത്തില്ല. അത്ര ദാരിദ്ര്യത്തിൻ്റെ കൊടുമ്പിരി കിടക്കുക അവർ. പറയും ഞങ്ങൾ എന്തോ ആണെന്നൊക്കെ. അതാണല്ലോ പുസ്തകത്തിൽ പറഞ്ഞു, ഞങ്ങൾ സമ്പന്നൻ, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നില്ലേ ലവോദിക്കക്കാർ. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള സഭയുടെ ചരിത്രം അലവോദിക്കുക, ആ കാലഘട്ടം അലവോദിക്കുക. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ, ഒന്നിനും കൊള്ളത്തില്ല. വായിന്ന് തുപ്പിക്കളയണം. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ ജാതികൾ തുപ്പിക്കളയുക, ആ പരുവത്തിൽ കിടക്കുക. സമ്പന്നനാകണില്ല, തീയിൽ ഊതിക്കടിച്ച പൊന്ന്, പത്യവചനം, പത്യോപദേശം, ഉപനിധി തിരിച്ചു പിടിക്കണം. ഇതിലെ നഗ്നത മാറാൻ രക്ഷാവസ്ത്രം, നീതിயின் വസ്ത്രം നഷ്ടപ്പെടുത്തിയ തിരിച്ചു പിടിക്കണം, തിരിച്ചു വാങ്ങണം. 3, കുരുടൻ പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടിൽ വേണം ജീവിക്കുവാൻ, വചനം പ്രസംഗിക്കുവാൻ. പത്രോസും പൗലോസും യോഹന്നാനെല്ലാം ആത്മാവിൽ പ്രസംഗിച്ചു. ഇന്ന് ബുദ്ധി കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ബൈബിൾ കോളേജുകൾ പടച്ചു വിടുന്നത് മുഴുവൻ ബുദ്ധിരാക്ഷസന്മാരെയാ, ദൈവദാസന്മാരെ അല്ല. ബാബു ജോൺ വേട്ടവല പാസ്റ്റർ പറഞ്ഞപ്പോഴേ എനിക്കത് സ്ഥിരീകരിക്കാൻ പറ്റി. ബൈബിൾ കോളേജുകൾ പടച്ചു വിടുന്നത് ബുദ്ധിരാക്ഷസന്മാരാ, ജ്ഞാനികളാ, വിവേകികളാ, ദൈവദാസന്മാരല്ല അവരെ പടച്ചു വിടുന്നത്. പട്ടംകാണ്ടൊക്കെ കുറേ ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു, ആത്മാവിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവർ, പട്ടിണി കിടന്ന് പഠിച്ചവർ. അതിലൊന്നാ ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് സ്വന്തം. ഇന്നത്തെ ബൈബിൾ കോളേജുകളെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് പറയരുത്. ചിലരൊക്കെ ഉണ്ട്, ഒറ്റപ്പെട്ട ചില ബൈബിൾ കോളേജുകളുണ്ട്, നന്നായി ആത്മാവിൽ പഠിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക. അതൊക്കെ വളരെ കുറവാണ്. മഷിയിട്ട് നോക്കിയാലേ കാണുള്ളൂ. അതൊക്കെ ബഹുഭൂരിപക്ഷം ലക്ഷ്യങ്ങൾ മാറിപ്പോയി, ഗോൾ മാറിപ്പോയി. ധനസമ്പാദനം, പണസമ്പാദനം, പേര്, പ്രശസ്തിയിലേക്ക് ആയിപ്പോയി. KP യോഹന്നാൻ്റെ ബൈബിൾ കോളേജൊക്കെ എന്തിനു കൊള്ളാം? കാശിന് കൊള്ളത്തില്ലല്ലോ. പേരെടുത്ത് പറഞ്ഞാൽ ക്ഷമിക്കുക. അവിടെ ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ അവരവിടെ വന്നിരുന്നു, ആളെ പിടിക്കാൻ, ചാക്കിട്ട് പിടിക്കാൻ വന്നു. എന്നോട് പറഞ്ഞു, KP യോഹന്നാൻ്റെ ശുശ്രൂഷകനായി പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. സ്വർണം ഉരുക്കി തന്നാലും ഇല്ല. എന്താ കാര്യം? കർത്താവിൻ്റെ വേല കാശുണ്ടാക്കാനാണെങ്കിൽ ഗൾഫിൽ കിടന്നാൽ മതിയായിരുന്നു. ഇവിടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇഷ്ടംപോലെ കാശും കിട്ടും, സഭയും കിട്ടും, ലോഹയും കിട്ടും, അവസാനവും നരകവും കിട്ടും. എനിക്ക് വേണ്ട. നമ്മുടെ സ്തോത്രം നയമാൻ്റെ പുറകെ ഓടി കുഷ്ഠരോഗം പ്രാപിച്ച ഗേഹസിയെ പോലെ എനിക്കാകാൻ മനസ്സില്ല. ജോലിയും കൂലിയും വലിയ ശമ്പളങ്ങളൊക്കെ കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെങ്കിൽ ഇനി എനിക്ക് വേണ്ടുന്നത് സ്വർഗരാജ്യം. ഒരു 5 പേരെ 10 പേരെയും കൊണ്ട് സ്വർഗത്ത് പോകണം. അതിനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. നിത്യജീവൻ, നിത്യജീവൻ.